Virgin Haben Virgin Haben Virgin Haben Legov. MH370 എന്ന കാണാതായ മലേഷ്യൻ വിമാനം അവസാനം കണ്ടതാരാണ്? കാതറിൻ ടി എന്ന 41-കാരിയായ ബ്രിട്ടീഷ് വനിതയാണത് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം കണ്ടപ്പോൾ അതൊരു ഉൽക്കയാണ് എന്നാണ് അവർ കരുതിയത്. തൻ്റെ യോട്ടിന് മുകളിലൂടെ കത്തിജ്വലിച്ചുകൊണ്ട് സ്വർണ്ണ നിറത്തിൽ അത് പോകുന്നത് അവർ കണ്ടു. അത് കറുത്ത പുക പിന്തള്ളിയിരുന്നു അത്രേ. ഒരു വിമാനം സഞ്ചരിക്കുന്ന ഉയരത്തേക്കാൾ പകുതി ഉയരത്തിൽ പോയിരുന്ന ആ വസ്തു ഒരു വിമാനമായിരിക്കാമെന്ന ചിന്ത പോലും അവർക്കുണ്ടായത് പിറ്റേന്ന് MH370 എന്ന വിമാനം അപ്രത്യക്ഷമായി എന്ന വാർത്ത കേട്ടിട്ടാണ്. ഏതാണ്ട് അതേ സമയം തന്നെ വിയറ്റ്നാമിനടുത്തുള്ള ഒരു ഓയിൽ റിഗിൽ ജോലി ചെയ്തിരുന്ന മൈക്കിൾ മക്കേ എന്ന വ്യക്തിയും അന്ന് രാത്രി കത്തിജ്വലിച്ചു പോകുന്ന ഒരു വസ്തു കണ്ടിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാഴ്ച താൻ കണ്ടു എന്നും അത് MH370 എന്ന വിമാനമായിരിക്കാമെന്നും റിപ്പോർട്ട് ചെയ്ത മൈക്കിൾ മക്കേ ആ കമ്പനി ജോലിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. എന്തിനായിരിക്കാം അത്? മലേഷ്യൻ ഗവൺമെൻറ് MH370 എന്ന വിമാനത്തിൻ്റെ അന്വേഷണം പുനരാരംഭിക്കുകയാണ്, ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന കമ്പനിയുടെ സഹായത്തോടു കൂടി. എന്തെങ്കിലും ഒരു കഷണം, MH370യുടെ ഒരു കഷണമെങ്കിലും കണ്ടെത്തിയാൽ $70 മില്യൺ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എവിടെയാണ് MH370? കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. പത്ത് വർഷത്തിന് മുമ്പാണ് ആ വിമാനം ഒരുപാട് മനുഷ്യരുമായി അപ്രത്യക്ഷമായത്. ഏതാണ്ട് 239 മനുഷ്യരുണ്ടായിരുന്നു ആ വിമാനത്തിൽ. അവരുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഒരുപാട് പ്രതീക്ഷയിലാണ്. അവരുടെ ഉറ്റവരുടെ എന്തെങ്കിലും ഒരു വിവരം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ. ഏതാണ്ട് 1.5 ലക്ഷം കിലോമീറ്ററിൽ കൂടുതൽ 2 ശ്രമങ്ങളിലായി തിരഞ്ഞു തീർത്തുവെങ്കിലും ആ 2 ശ്രമങ്ങളും അമ്പേ പരാജയപ്പെട്ടിരുന്നു. ഇനിയുള്ള 18 മാസം പടിഞ്ഞാറൻ ഇന്ത്യൻ സമുദ്രത്തിലെ 15,000 സ്ക്വയർ കിലോമീറ്റർ കൂടി തിരയുക എന്നതാണ് പുതിയ പദ്ധതി. അവിടങ്ങളിലായിരിക്കുമോ MH370 എന്ന വിമാനം അപ്രത്യക്ഷമായത്? അവിടങ്ങളിലായിരിക്കുമോ MH370 എന്ന വിമാനത്തിൻ്റെ, അപ്രത്യക്ഷമായ വിമാനത്തിൻ്റെ തെളിവുകൾ ഒളിഞ്ഞിരിക്കുന്നത്? എന്തായിരിക്കാം അന്ന് MH370ക്ക് സംഭവിച്ചത്? ഇതിനു മുമ്പ് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. മീറ്റ് മിസ്റ്റർ സഹാരി അഹമ്മദ് ഷാ. ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം മരണപ്പെട്ടു എന്നതിൻ്റെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. എങ്കിലും പറയാം, ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് ഏതാണ്ട് 64 വയസ്സുണ്ടാകും. 2014 53 വയസ്സുള്ള സഹാരി ആയിരുന്നു MH370 എന്ന വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ. അന്ന് ആ വിമാനത്തോടൊപ്പം അദ്ദേഹവും അപ്രത്യക്ഷനാവുകയായിരുന്നു. ഇന്ന് ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്താണ് അന്ന് സംഭവിച്ചത്? കേട്ടറിഞ്ഞവർ പറഞ്ഞ സത്യങ്ങളെക്കാൾ വിശ്വസനീയമാണല്ലോ കണ്ടറിഞ്ഞവരുടെ നീക്കങ്ങൾ. മാർച്ച് 8 ബോയിങ് 777 എന്ന MH370 ആ യാത്രയ്ക്ക് തയ്യാറാവുന്നത്. ക്വാലാലംപൂരിൽ നിന്നും ചൈനയിലെ ബീജിങ്ങിലേക്ക് ദിവസേനയുള്ള യാത്ര. 18,000-ൽ കൂടുതൽ ഫ്ലൈറ്റ് അവേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റൻ സഹാരിയാണ് അന്ന് ആ യാത്രയ്ക്ക് നേതൃത്വം വഹിച്ചത്. ആ യാത്രയ്ക്ക് 10 ക്യാബിൻ ക്രൂ മെമ്പേഴ്സിനോടൊപ്പം 227 യാത്രക്കാരും തയ്യാറായി. അന്ന് രാത്രി 12:30 വിമാനം അതിൻ്റെ യാത്ര ആരംഭിച്ചു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതാണ്ട് 35,000 അടി ഉയരത്തിലേക്ക് വിമാനം ചൈന സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിച്ചിരുന്നു. രാത്രി ഏതാണ്ട് 1:20 വിയറ്റ്നാമിനടുത്തുള്ള ഹോ ചി മിൻ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അത് സിഗ്നൽ അയച്ചു. ഒരുപക്ഷെ അതായിരുന്നു ആ വിമാനത്തിൽ നിന്നും അവസാനമായി പോയ സിഗ്നൽ. പിന്നീട് MH370 എന്ന വിമാനം റഡാറിൽ നിന്നും
അപ്രത്യക്ഷമാവുകയായിരുന്നു. എല്ലാ വിമാനങ്ങൾക്കും ട്രാൻസ്പോണ്ടർ എന്നൊരു സംവിധാനമുണ്ട്. അതായത് വിമാനത്തിൻ്റെ ID, ആൾട്ടിറ്റ്യൂഡ്, ലൊക്കേഷൻ തുടങ്ങിയ ഡാറ്റ ഉപയോഗിച്ച് വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനം. എയർ ട്രാഫിക് കൺട്രോളിൻ്റെ റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായാൽ അതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ തകരാറിലായി എന്നാണ്. ഒന്നുകിൽ സാങ്കേതികമായി എന്തെങ്കിലും ഒരു തകരാർ അതിന് സംഭവിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം അതിൻ്റെ ട്രാൻസ്പോണ്ടർ തകരാറിലാക്കി എന്നാണ്. 18 മിനിറ്റോളം വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി. അതോടെ വിമാനത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പുലർച്ചെ ഏതാണ്ട് 3:30 വിമാനം അപ്രത്യക്ഷമായി എന്ന വാർത്ത പല മാധ്യമങ്ങളിലും പ്രചരിച്ചു തുടങ്ങി. ഒരുപാട് അന്വേഷണങ്ങൾ നടന്നുവെങ്കിലും MH370 എന്ന വിമാനത്തിൻ്റെ ഒരവശിഷ്ടം പോലും ലഭിച്ചില്ല. യാത്രക്കാരുടേത് എന്ന് സംശയിക്കാവുന്ന ഒരാളുടെയും മൃതദേഹം പോലും കണ്ടെത്തിയില്ല. വിമാനത്തിലെ ട്രാൻസ്പോണ്ടർ തകരാറിലായതുകൊണ്ട് തന്നെ മിലിറ്ററി റഡാർ ട്രാക്കിങ്ങിലൂടെ വിമാനത്തെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. അതിലൂടെ കണ്ടെത്തിയത് വിമാനം പോകേണ്ട റൂട്ടിൽ നിന്നും വ്യതിചലിച്ച് നീങ്ങി എന്നതിൻ്റെ ചില തെളിവുകളായിരുന്നു. ആദ്യം മലേഷ്യൻ പെനിൻസുലയിലേക്കും ശേഷം വടക്കോട്ട് തിരിഞ്ഞ് സ്ട്രെയ്റ്റ് ഓഫ് മലാക്കയിലേക്കും സഞ്ചരിച്ചതായി. ചിലപ്പോൾ വിമാനത്തിന് എന്തെങ്കിലും തകരാർ തോന്നിയതുകൊണ്ട് ക്യാപ്റ്റൻ തന്നെ ഒരു സേഫ് ലാൻഡിങ്ങിനായി മറ്റെവിടേക്കെങ്കിലും തിരിച്ചതായിരിക്കാമെന്നും കരുതിയിരുന്നു. പക്ഷേ ഒരു ഡിസ്ട്രസ് കോൾ പോലും എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ തിരിയുമ്പോഴും വിമാനം ഏതാണ്ട് 29,500 അടി ഉയരത്തിലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക, ബേ ഓഫ് ബംഗാൾ, വടക്കൻ ആൻഡമാൻ തുടങ്ങിയ സമുദ്രപ്രദേശങ്ങളിൽ കപ്പലുകൾ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ആ കപ്പലുകൾക്കൊന്നും തകർന്നുപോയ MH370 വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോഴും ആളുകൾ വിശ്വസിച്ചിരുന്നത് വിമാനം ഇന്ധനം തീർന്ന് കടലിൽ മറ്റെവിടെയെങ്കിലും സേഫ് ലാൻഡിംഗ് നടത്തിയിരിക്കാം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങളും തുടർന്നു. ഈ അന്വേഷണത്തിൽ വിമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള 7ഓളം ലൊക്കേഷൻ അവർ കണ്ടെത്തി. അതിൽ 6ഓളം സർക്കിളുകളിൽ അന്വേഷണം നടന്നിരുന്നു. പക്ഷേ അവിടങ്ങളിലൊന്നും MH370 എന്ന വിമാനത്തെ കണ്ടെത്തിയില്ല. 7ാമത്തെ സർക്കിളിൽ എവിടെയെങ്കിലും ഭാഗത്ത് വിമാനം ഉണ്ടാകാമെന്ന പ്രതീക്ഷയിലാണ് അവർ. 19ഓളം കപ്പലുകളും ഏതാണ്ട് 346-ൽ കൂടുതൽ മിലിറ്ററി വിമാനങ്ങളും ചേർന്ന് 4.6 മില്യൺ സ്ക്വയർ കിലോമീറ്ററുകളാണ് MH370 എന്ന വിമാനത്തിനു വേണ്ടി തിരച്ചിൽ നടത്തിയത്. ഹൈഡ്രോഫോൺസ് പോലുള്ള സാങ്കേതിക വിദ്യകളും ഇതിനായി ഉപയോഗിച്ചിരുന്നു. ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവേറിയ തിരച്ചിലായാണ് ഇത് ഇന്ന് കണക്കാക്കുന്നത്. മിസ്റ്റർ സഹാരി, സംഭവം നടന്ന് ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് ശേഷം റിയൂണിയൻ ഐലൻഡിൽ വിമാനത്തിൻ്റേത് എന്ന് തോന്നിക്കാവുന്ന ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി വാർത്തകൾ കണ്ടിരുന്നു. അതായത് ഒരു വിങ് ഫ്ലാപ്പും ഒരു വിങ് ഫ്രാഗ്മെൻറ്റും പിന്നെ പാസഞ്ചർ സീറ്റിന് പിറകിലുള്ള മോണിറ്ററിൻ്റെ ഒരു ഭാഗവും തുടങ്ങി ചില വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ. അന്വേഷണത്തിൽ പറയുന്നത് അത് MH370 തന്നെയാണ് എന്നാണ്. അതിനർത്ഥം വിമാനത്തിന് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്നും അത് കടലിൽ പതിച്ചു എന്നും തന്നെയല്ലേ. പക്ഷേ ആ അവശിഷ്ടങ്ങളുടെ പരിശോധനയിൽ ഒരു പൊട്ടിത്തെറിയുടേതോ തീപിടുത്തത്തിൻ്റെതോ തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയതായി പറയുന്നുമില്ല. മറ്റ് തെളിവുകൾക്കായി 2017 വരെ അന്വേഷണങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. തുടർന്ന് മലേഷ്യൻ, ഓസ്ട്രേലിയൻ, ചൈനീസ് ഗവൺമെൻറ്റുകളുടെ സഹായത്തോടുകൂടി സമുദ്രത്തിൻ്റെ അടിത്തട്ട് മുഴുവൻ 1 വർഷം കൊണ്ട് അരിച്ച് പെറുക്കിയിട്ടും യാതൊന്നും കണ്ടെത്തിയുമില്ല. 10 വർഷങ്ങൾക്കിപ്പുറം 2025-ൽ മലേഷ്യൻ ഗവൺമെൻറ് MH370 എന്ന വിമാനത്തിനായുള്ള അന്വേഷണം പുനരാരംഭിക്കുകയാണ്. ഓഷ്യൻ ഇൻഫിനിറ്റിക്ക് അത്രയ്ക്കുണ്ട് ആത്മവിശ്വാസം. അവർ പറയുന്നു അവർ തിരഞ്ഞെടുത്ത പടിഞ്ഞാറൻ ഇന്ത്യൻ ഓഷ്യനിലെ 15,000 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ MH370 എന്ന കാണാതായ വിമാനത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന്. ഇത്രയും ചിലവേറിയ ഒരു തിരച്ചിലിന് മലേഷ്യൻ ഗവൺമെൻറ് പണമിറക്കുമോ എന്നായിരിക്കും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുക. സത്യമാണ്, 5 പൈസ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഇറക്കില്ല. ഓഷ്യൻ ഇൻഫിനിറ്റി ഫീ വാങ്ങാതെയാണ് ഈ ഒരു തിരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ MH370 ഒരു കഷണമെങ്കിലും സമുദ്രത്തിനടിയിൽ കണ്ടെത്തിയാൽ ഗവൺമെൻറ് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് $70 മില്യൺ. മറ്റുള്ള അന്വേഷണങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് AI സാങ്കേതിക വിദ്യ തന്നെയാണ്. സംഭവ സ്ഥലത്തേക്ക് മനുഷ്യന് ചെന്നെത്താതെ കിലോമീറ്ററുകൾ ദൂരത്തിൽ നിന്നും യന്ത്രങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കാവുന്ന സാങ്കേതിക വിദ്യ. അതിനായി 6000-ൽ കൂടുതൽ അണ്ടർ വാട്ടർ വെഹിക്കിളുകളും ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ സതംപ്ടണിൽ നിന്നും ഒരു ഗെയിമർ ഗെയിം കളിക്കുന്നത് പോലെ അവർ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. മോഡേൺ ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഉത്തരം കിട്ടാത്ത ഈ സംഭവത്തിന് ഇത് ഒരു മറുപടി കണ്ടെത്തുമെന്ന് ലോകം വിശ്വസിക്കുന്നു.
മിസ്റ്റർ സഹാരി, ലോകം വിശ്വസിക്കുന്നത് പോലെ ഈ അന്വേഷണം ആ വലിയ മിസ്റ്ററിയുടെ ചുരുളഴിക്കണമെങ്കിൽ MH370 എന്ന വിമാനം തകർന്നു വീണിരിക്കേണ്ടത് സമുദ്രത്തിലല്ലേ? ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ MH370യെ കുറിച്ചുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ വിമാനം കടലിലല്ല തകർന്നു വീണത് എങ്കിൽ മറ്റ് 2 ശ്രമങ്ങളെ പോലെ ഈ ശ്രമവും ഒരു പരാജയമായി മാറില്ലേ? ആ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അന്യഗ്രഹജീവികളെ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വെറുതെ മലേഷ്യൻ ഗവൺമെൻറ് സംശയിക്കുന്നത് പോലെ ആ വിമാനത്തിലുണ്ടായിരുന്ന മറ്റാരെങ്കിലും, അത് നിങ്ങളാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും, ഈ ഒരു വിമാനം തട്ടിയെടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകുമോ? ഡീഗോ ഗാർഷ്യ പോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അങ്ങനെ വിശ്വസിക്കാനും ഒരു കാരണമുണ്ട്. അന്വേഷണത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പടിഞ്ഞാറൻ ഇന്ത്യൻ സമുദ്രത്തിൽ അവസാനിക്കുന്ന ഒരു ഫ്ലൈറ്റ് റൂട്ടും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം നടക്കുന്നതിൻ്റെ 1 മാസം മുന്നെയാണ് ഈ ഡാറ്റ സേവ് ചെയ്തിരിക്കുന്നത്. ചിലർ വിശ്വസിക്കുന്നത് അങ്ങനൊരു അപകടം സംഭവിച്ചിട്ടില്ല എന്നും വിമാനം ഡിഗോ ഗാർഷ്യയിലെ US മിലിറ്ററി ബേസിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നും യാത്രക്കാർ തടവിലാണ് എന്നുമാണ്. റീയൂണിയൻ ഐലൻഡിൽ കണ്ടെത്തിയ വിമാനത്തിൻ്റേത് എന്ന അവശിഷ്ടങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കാൻ വേണ്ടി ചിലർ മനഃപൂർവ്വം കൊണ്ടുചെന്നിട്ടതാണ് എന്നും. അങ്ങനെ വിശ്വസിക്കാനും ഒരു കാരണമുണ്ട്. കൃത്യമായ ചില തെളിവുകളും അതിനായി പറയപ്പെടുന്നുമുണ്ട്. അന്ന് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഫിലിപ്പ് വുഡ് എന്നൊരു വ്യക്തി ഏതോ ഒരു ഓപ്പൺ ഫോറത്തിൽ അപ്ലോഡ് ചെയ്ത ഒരു മെസ്സേജ് ഇൻ്റർനെറ്റിൽ പരക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചില മിലിറ്ററിക്കാരുടെ തടവിലാണ് വിമാനവും ഞങ്ങളുമെന്നും കണ്ണുകെട്ടി അവർ ഞങ്ങളുടെ വിമാനം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നും. യാത്രക്കാരെയെല്ലാം വ്യത്യസ്തമായ സെല്ലുകളിലാണ് തടവിലാക്കിയിട്ടുള്ളത് എന്നും അതിൽ പലരും മയക്കുമരുന്ന് കുത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് എന്നും. ഈ ഒരു സന്ദേശം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഡീഗോ ഗാർഷ്യ എന്ന സ്ഥലത്തു നിന്നുമാണ്. പക്ഷേ ആ ഒരു വിവരത്തിൽ ആധികാരികമായി ഒന്നും തന്നെയില്ല. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ MH370യുടെ ദുരൂഹതകൾ അഴിയാൻ ഇനി ഏതാനും മാസങ്ങൾ കാത്തിരുന്നാൽ മതിയാകും. മിസ്റ്റർ സഹാരി, നിങ്ങളിപ്പോൾ ഉള്ളത് ഒരു ഗ്രേ ഷെയ്ഡിലാണ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഈ കഥയിലെ വില്ലൻ, അതല്ല എങ്കിൽ ആരോരും അറിയാതെ പോയ ഒരു നായകൻ. എന്നിരുന്നാലും ഈ തിരോധാനത്തിൽ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്നാലും അതിലൊരു തീരുമാനമാകാൻ MH370യുടെ ഒരു അവശിഷ്ടമെങ്കിലും കണ്ടെത്തിയാൽ മതിയാകും. ആൻഡ് ദ ഗെയിം ഈസ് ഓൺ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.